നമസ്കാരം. സൂത്രധാരൻ എന്നൊരു സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. മലയാളത്തിൽ ഈ പറഞ്ഞ സലീം കുമാറും ദിലീപും മീര ജാസ്മിൻ്റെ ആദ്യത്തെ സിനിമയാണ് അല്ലേ. അതിനകത്ത് നമ്മൾ ഏറ്റവും ചിരിപ്പിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് സലീം കുമാറിൻ്റെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വേഷമാണ് അല്ലേ. അപ്പം എനിക്കത് കണ്ടപ്പോൾ പോലെ അത് കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ധാരാളം ട്രാൻസ്ജെൻഡർ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ നമ്മളെ പൈസയ്ക്ക് വേണ്ടി നമ്മുടെ മുമ്പിൽ കൈനീട്ട് നമ്മൾ കാണാറുണ്ട് നമ്മൾ യാത്രയിലുടനീളം. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ഒരു നോവൽ വളരെയധികം പ്രശസ്തി നേടിയാണ്. അതിനകത്ത് പറയുന്ന എല്ലാം ഇവരെക്കുറിച്ചാണ്, അവരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കാര്യങ്ങളുമാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കുറേ വർഷങ്ങളെ ആയുള്ളൂ നമുക്ക് ഇവരെ ഒരുപാട് അധികം ആൾക്കാരെ നമുക്ക് കാണാൻ തുടങ്ങിയിട്ട്. മറ്റൊക്കെ കേരളത്തിലധികം കാണാറില്ലായിരുന്നു, നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോഴായിരുന്നു അധികം കാണുന്നത്. അപ്പോൾ അവർക്ക് നീതിന്യായ വകുപ്പിൻ്റെ ഒരു ബില്ല് ഒപ്പിട്ടിട്ടുണ്ട്. അത് വളരെയധികം അവരെ വിഷമിപ്പിക്കുന്നു എന്നുള്ള അവരുടെ ഈ റോഡിലിറങ്ങിയുള്ള പ്രകടനമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സൂത്രധാരൻ എന്ന സിനിമ കണ്ടപ്പോൾ പോലെ എനിക്ക് സംശയം തോന്നുകയാണ്, ഇതുപോലെ എത്രയോ പേര് കബളിക്കപ്പെടുന്നുണ്ടായിരിക്കും. അതായത് നമ്മൾ ഈ ട്രെയിനിലൊക്കെ ചെല്ലുമ്പോൾ ഓരോരുത്തർ കയറി വരുമ്പം ഇതാണാണോ പെണ്ണാണോ, ഒരു ആണുങ്ങളൊരു വേഷം കെട്ടി വന്നാലും നമുക്ക് അവരെ ട്രാൻസ്ജെൻഡർ എന്നേ പറയാൻ പറ്റുള്ളൂ. അവർ ശരിക്കും അവർ ട്രാൻസ്ജെൻഡർ ആണോ എന്ന് നമുക്കറിയാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ആര് വേഷം കെട്ടി ചെന്നാലും അവർക്ക് ഈ പറഞ്ഞ പോലെ നിയമസാധുതകളും അവർക്കുള്ള ആനുകൂല്യങ്ങളും ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എത്രയോ പേര് അത് മിസ്യൂസ് ചെയ്യുന്നുണ്ടാവും എന്ന കാര്യത്തിൽ വളരെയധികം സംശയം. എല്ലാവരെ പോലെ എനിക്കും ജനിച്ചിരുന്നതാണ്. സത്യത്തിൽ അവർക്ക് ധാരാളം അവർക്ക് വേണ്ടുന്ന കുറേ കാര്യങ്ങളും അതിനകത്തുണ്ടായിരുന്നു, ആ ബില്ലിനകത്ത്. അതായത് അവരെ ഇപ്പം വീട്ടുകാർ നോക്കിയില്ലെങ്കിൽ അവരെ സുരക്ഷിതമായിട്ട് താമസിപ്പിക്കാനുള്ള സ്ഥലം കണ്ടെത്തണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് വേറെ ഉണ്ട്. പക്ഷെ അതൊന്നും എടുക്കാതെ ഇങ്ങനെയുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ടും അതേപോലെ തന്നെ ഒരു ഈ പറഞ്ഞ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ സർട്ടിഫിക്കറ്റും മെഡിക്കൽ ബോർഡിൻ്റെ പരിശോധനയും ഉണ്ടെങ്കിൽ, സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അവർക്ക് അങ്ങനെയുള്ള ആനുകൂല്യം കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു നിയമ നടപടി വന്നപ്പം വളരെയധികം പേർക്ക്, അതായത് ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്ന കുറേ ആൾക്കാർക്ക് മാത്രമാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഒരുപാടുണ്ട്, അവർക്കത് പ്രയോജനം തന്നെ ചെയ്യും. കാരണം 100 പേരിൽ 50 പേര് ഇതുപോലെ വേഷം കെട്ടി നടക്കുന്നവരാണെങ്കിൽ അപ്പോൾ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഈ 50 പേരിലേക്ക് എത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഇതുപോലെ വേഷം കെട്ടി നടക്കുന്നവർക്കും ആ ആനുകൂല്യം ലഭിക്കുക എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്. അപ്പോൾ അങ്ങനെയുള്ള നിയമവിരുദ്ധമായ കാര്യം തടയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ബില്ല് വന്നത്. അല്ലാതെ യഥാർത്ഥ ട്രാൻസ്ജെൻഡേഴ്സിനെ ഒരിക്കലും മാറ്റി നിർത്താനോ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാതെയുള്ളൊരു ബില്ല് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെ സഹായിക്കുന്ന രീതിയിലുള്ളൊരു ബില്ലാണ് അതാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ശരിക്കുള്ള ട്രാൻസ്ജെൻഡേഴ്സിനൊന്നും ഇതുകൊണ്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാത്തവർക്കാണ് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതുപോലെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ട്രെയിനിലുമൊക്കെ ഇതുപോലെ വേഷം കെട്ടി നടക്കുന്നവർക്ക് മാത്രമേ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ അത് കാണാറുണ്ട്, എവിടെയൊക്കെ ചെന്നാലും മിക്ക സ്ഥലങ്ങളിലും ഇതുപോലെ ട്രാൻസ്ജെൻഡർ മാന്യമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ളവർക്കൊന്നും ഇതൊന്നൊരു ബുദ്ധിമുട്ടായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അല്ലാത്തവർക്ക് ഇതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അത് തന്നെയല്ല. 2000-ൽ ഞാൻ അന്ന് വായിച്ച ഏതോ ഒരു പത്രത്തിൻ്റെ അവസാനത്തെ ലാസ്റ്റ് പേജിലെ ഒരു കോളത്തിലെ ഒരു ന്യൂസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. 2000, അതായത് ഷബ്നം മൗസി, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, വെറുതെ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഷബ്നം മൗസി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ മധ്യപ്രദേശിലാണ്, സോഹ്പൂർ ജില്ലയിൽ ഉള്ള ഒരു പുള്ളിക്കാരിയാണ്. അവരാണ് ആദ്യമായിട്ട് MLA ആകുന്നത്. അവിടെ MLA ആദ്യത്തെ നമ്മുടെ ട്രാൻസ്ജെൻഡർ MLA എന്ന് പറയുന്നത് ഈ ഷബ്നം മൗസിയാണ്. അപ്പോൾ അന്ന് ഞാനത് വായിച്ചത് എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതിപ്പം ഞാനൊന്ന് നോക്കിയപ്പം ഷബ്നം മൗസി എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് യൂട്യൂബിൽ ഇഷ്ടംപോലെ അത് കാണാൻ സാധിക്കും. അപ്പം അവരെപ്പോലൊക്കെ ഉള്ളവരെ ഉയർന്നു വരണമെങ്കിൽ, അതുപോലെ ഒത്തിരി കഴിവുകളും ഒരുപാട് അറിവുകളുമൊക്കെയുള്ള ആൾക്കാർ നമ്മുടെ ഈ ട്രാൻസ്ജെൻഡറിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ഒരു പ്രയോജനം ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഇത് അവരെ പിന്നോട്ട് തള്ളാനോ അല്ലെ അവരെ അടിച്ചമർത്താനോ വേണ്ടിയിട്ടുള്ളൊരു നിയമമല്ല. കാരണം ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ വരുന്ന കാലം തന്നെ നമ്മൾ എത്ര പേര്, ഏത് പാർട്ടിക്കാരിലാണെങ്കിലും എത്ര പേര് ഇതുപോലെയുള്ളവരെ ഒരു ഇലക്ഷനിൽ മത്സരിപ്പിക്കാൻ തയ്യാറാകും എന്നതിനെക്കുറിച്ച് കൂടി ചിന്തിച്ചു നോക്കുക. എത്ര പേർക്ക് അവസരം കൊടുത്തിട്ടുണ്ട് അവർ, അതും കൂടി ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പം ഇതുപോലെ വേഷം കെട്ടി മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ട്രാൻസ്ജെൻഡേഴ്സും നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കൊരു പക്ഷേ സ്ത്രീ ആവാനായിരിക്കും, ചിലർ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് സ്ത്രീ ആവാനായിരുന്നു ഇഷ്ടം, അതുകൊണ്ട് ഞാൻ സ്ത്രീയുടെ വേഷം കെട്ടി നടക്കുന്നു. ഇപ്പം മിക്ക ആമ്പിള്ളേർക്കും മുടി വളർത്തി നടക്കുന്നത്, അവരൊരു സാരിയും കൂടെ കെട്ടി അവരെ ട്രാൻസ്ജെൻഡർ അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് മാത്രമാണ് ഈ ഒരു നിയമം ബാധകമാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ യഥാർത്ഥത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഒരാൾക്കും ഈ നിയമം അവർക്ക് അനുകൂലമാണെന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതല്ല. അതായത് 100 പേരിൽ 50 പേരും വേഷം കെട്ടി നടക്കുന്നവരാണെങ്കിൽ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം ഈ അനധികൃതമായിട്ട് അവരിലേക്ക് കൂടി എത്തിച്ചേരുകയാണ്. അപ്പോൾ ആ ഈ 50 പേരിലേക്ക് തന്നെ ചുരുക്കാൻ വേണ്ടിയിട്ട് ഈ നിയമം വളരെയധികം ബാധിക്കുമെന്ന് എന്തുകൊണ്ട് ഇവർ ചിന്തിക്കുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കമൻറ്റ് ബോക്സായിട്ട്. ചീത്ത വിളിക്കേണ്ടവർക്ക് ചീത്ത വിളിക്കാം, ഞാൻ മറുപടി തരും. അപ്പം ചിലപ്പോൾ കേട്ടോ. അപ്പം ബാക്കി ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യുക. ബൈ.